നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ പണവും ആത്മവിശ്വാസം വേണോ? എന്നാൽ ഈ വീഡിയോ ഫുള്ളായി കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ ദൈവിക അറിവുകൾക്കും വേണ്ടി ബെല്ലൈക്കനുകൾ എഴുതി വയ്ക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വിശദമായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇനി പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾ ഭാഗ്യമുള്ളവരാ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ രഹസ്യങ്ങൾ അധികം ആരോടും നിങ്ങൾ പറയാതിരിക്കുക. പറഞ്ഞാൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടില്ല. ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇതാരും ദുര്യോഗം ചെയ്യരുത്. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് ഇത് ചെയ്താൽ തിരിച്ചടി ഉറപ്പാണ്. അതിന് എന്ത് സംഭവിച്ചാലും ഞാനോ എൻ്റെ ഈ ചാനലോ ഉത്തരവാദിയായിരിക്കില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തോട് കളിക്കാൻ നിൽക്കരുത്. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലോകത്തെ എല്ലാവർക്കും പുറമേ പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും ഒരു ഒറ്റ ആഗ്രഹമുള്ളൂ. എല്ലാവർക്കും സമ്പന്നനാവണം, പണക്കാരനാവണം, എല്ലാവരുടെയും മുന്നിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന്. അത് എനിക്ക് മനുഷ്യനായി പിറന്ന ആർക്കും ഉള്ള ആഗ്രഹമാണ്. അത് തെറ്റ് പറയാൻ പറ്റില്ല. എനിക്കും നിങ്ങൾക്കും ഒക്കെ ആ ആഗ്രഹമുണ്ട്, പുറമെ പറഞ്ഞില്ലെങ്കിലും. പക്ഷേ 99% ആളുകളും ഇത് മനസ്സിലാക്കാതെ തെറ്റുകൾ വരുത്തി അവരുടെ ജീവിതത്തിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ ചെയ്ത് ആ വിധി മാറ്റിമറിക്കുന്നു. പണം ഉണ്ടാക്കാനുള്ള രഹസ്യം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ സമ്പത്ത് ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. പണം എന്ന് പറയുന്ന ഒരു ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ്. പണം ആർക്കും കടം കൊടുക്കാനും പാടില്ല. പണം നമ്മുടെ കൈ കൊണ്ട് ആർക്കും കടം കൊടുക്കാനും പാടില്ല. കാരണം ലക്ഷ്മി ദേവിയാണ്, പടിയിറങ്ങിപ്പോകും. പലരും ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറയാം. നമ്മുടെ സമ്പത്ത് അത് നമ്മൾ പറഞ്ഞാൽ ഇപ്പം എന്താണ് കുഴപ്പം? അപ്പോൾ ഒരാൾക്ക് രോഗം വന്ന് സഹായിക്കാൻ പറഞ്ഞാൽ സഹായിക്കേണ്ടതെന്ന്. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ആർക്കും കടം കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അനാവശ്യമായിട്ട് ദൂർത്താടി എന്ന് വെച്ചാൽ വേറൊരാൾക്ക് ടൂർ പോകാനൊക്കെ പൈസ അനാവശ്യമായിട്ട് കൊടുക്കരുത്. വലിയ ആശുപത്രി കേസ് വന്നാൽ മാത്രം കൊടുക്കുക. പക്ഷേ ഈ ഒരു ചിന്ത വളരെ അപകടകാരിയാണ്. പണം കൊടുത്താൽ എന്താ? പണം ലക്ഷ്മി ദേവിയാണ്. നമ്മൾ കൈകൊണ്ട് പണം കൊടുത്താൽ ലക്ഷ്മി ദേവി കൂടെ ഇറങ്ങിപ്പോകും. ഒരു കാരണവശാലും നമ്മൾ രാത്രി പണം കടം കൊടുക്കാൻ പാടില്ല. ഈ കാര്യം, ഈ തെറ്റുകളൊക്കെ ആവർത്തിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പിച്ചക്കാരനായി മാറിയേക്കാം. നിങ്ങൾക്ക് പിന്നെ ഒരു കാലത്തും കയ്യിൽ പണം നിൽക്കാനുള്ള അർഹതയില്ല. പണം ഉണ്ടാക്കാൻ പദ്ധതികൾ, അതായത് എന്തുമാവട്ടെ, ബിസിനസ്സോ യൂട്യൂബോ എന്തുമാവട്ടെ, അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ ഇന്ന കാര്യം നിങ്ങളുടെ സുഹൃത്തിനോടോ വീട്ടുകാരോടോ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കൂടോത്രോ അല്ലെങ്കിൽ കണ്ണെട്ടോ ഒക്കെ കിട്ടിയേക്കാം. അതൊക്കെ ഒഴിവാക്കാനാണ് ആരോടും നമ്മൾ എന്ത് ചെയ്താലും പറയരുത് എന്ന് പറയുന്നത്. നീറ്റ് രഹസ്യപ്പെടുത്തുകയും ചിലർ ഇത് നടക്കില്ല എന്നൊക്കെ പറയാൻ കാരണമാവും. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ സാരമായിട്ട് ബാധിച്ചേക്കാം. നിങ്ങളുടെ വരുമാനവും ശമ്പളവും അത് മറ്റാരോടും പറയരുത്. പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്. അവരുടെ വരുമാനം, ബിസിനസ് ലാഭം, ഷെയറിങ്, അതുപോലെ മറ്റുള്ള ആരുമായിട്ട് ഷെയർ ചെയ്യുന്ന, അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ പോലും ലിമിറ്റ് വിട്ട് കാര്യങ്ങളൊന്നും പറയരുത്. വരുമാനത്തിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ ദൃഷ്ടി ദോഷം ഉണ്ടെങ്കിൽ
അവർക്ക് ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും ബാധിക്കാം. കണ്ണേറ് അതുപോലെയൊക്കെ അവർ അറിഞ്ഞുകൊണ്ടിരിക്കില്ല, എന്നാലും ബാധിച്ചേക്കാം. കണ്ണേറ് തട്ടാനും ബന്ധുക്കൾ കടം ചോദിക്കാനും പിന്നെ അത് തിരിച്ചു വെച്ച കുടുംബ വഴക്കിനും ഒക്കെ കാരണമാകും. കണ്ണേറിനും കൂടോത്രത്തിനും ഒക്കെ ചിലപ്പോൾ അത് കാരണമാകും. ഇത് കേട്ടോണ്ട് പലർക്കും തോന്നിയേക്കാം കൂടോത്രമൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ടാവും. അതുകൊണ്ട് ദൈവമുണ്ടെങ്കിൽ പോസിറ്റീവും ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട്, അതായത് മനസ്സിലാക്കുക. നിങ്ങളുടെ വരുമാനത്തിന് മുതലെടുക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ മാത്രമാണ്. അടുത്ത കാര്യം വളരെ പ്രധാനപ്പെട്ടാണ് നിങ്ങളുടെ അടുത്ത നീക്കം. അതെ, നിങ്ങൾ എന്തെങ്കിലും പുതിയൊരു കാര്യത്തിന് തുടക്കമിടാനോ അല്ലെങ്കിൽ ഒരു പുതിയ തീരുമാനം എടുക്കാനോ നോക്കുകയാണെങ്കിൽ പൂർത്തിയാക്കുന്നത് വരെ രഹസ്യമാക്കി വയ്ക്കുക. എന്തിനാണെന്നോ, നിങ്ങളുടെ വഴിയിൽ തടസ്സമായി വന്നേക്കാം. മറ്റു ചിലരാവട്ടെ നിങ്ങളെ ചിലപ്പോൾ പ്രാഗിയേക്കാം. പ്രാക്ക് ഒക്കെ ഏറ്റുകഴിഞ്ഞാൽ ഒരു സോൾ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി ബാധിച്ചേക്കാം. ചിലരാവട്ടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ അവർ നടപ്പിലാക്കി അവർ വലിയ ആളായി നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയൊരു നഷ്ടബോധം ഉണ്ടായേക്കാം. ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളെ വലിയ ഒരു കടത്തിലേക്കും അത് കൊണ്ട് ചേർത്ത്. പിന്നെ നിങ്ങളുടെ പ്ലാൻ ചെയ്യുമ്പോൾ വിശ്വാസമില്ലാത്ത ആളുകളെ പാർട്ട്ണറായിട്ട് നിർത്താൻ നോക്കരുത്. ചതിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ വേണം കൂടെ കൂട്ടാൻ. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളെ മാത്രം തീരുമാനമായിരിക്കണം. മറ്റൊരാളോടും ഷെയർ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഇത് വിജയിക്കുന്നവരെങ്കിലും നിങ്ങൾ വീട്ടുകാരോട് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഇനി മുതൽ ഒരു മാസം നിങ്ങൾ പാലിച്ചു നോക്കുക. തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകും. പിന്നെ രാത്രി അടുക്കളയിൽ വെച്ച് ഉപ്പ് ആർക്കും കടം കൊടുക്കരുത്. അങ്ങനെ കൊടുത്താലും ദോഷമാണ്. അരി, ഉപ്പ് അതുപോലത്തെ ഭക്ഷ്യസാധനങ്ങൾ ആർക്കും കടം കൊടുക്കരുത്, അതും ദോഷമാണ്. അപ്പോൾ കൂടുതൽ ആത്മീയ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.